ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വറിന് ഈ സമയത്ത് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്ന, സാമൂഹിക കേരളത്തിൽ നടക്കുന്ന, കോടതി മുമ്പാകെ നടക്കുന്ന വിഷയം മനസ്സിലായിട്ടില്ല. ഈ പറയുന്ന ഹണി റോസ് എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ബോച്ചയ്ക്കെതിരെയാണ് ഹൈക്കോടതി പോലും ഇന്ന് ഒരു പാസിംഗ് റിമാർക്ക് നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. രാഹുൽ ഈശ്വറിന്റെ 2 ദിവസം ഡിബേറ്റ് ഞാൻ കണ്ടു. രാഹുൽ ഈശ്വർ പറഞ്ഞ വാദം എന്താ? ഒരു സിനിമാ നടിയെ കോട്ട് ചെയ്ത് ഞാൻ പറയുന്ന, അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ പറയല്ല, ഞാൻ പറഞ്ഞെന്നറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു സിനിമാ നടിയെ കോട്ട് ചെയ്യുന്നു. എന്തിനാണെന്നറിയോ അങ്ങനെ കോട്ട് ചെയ്യുന്നത്? രാഹുൽ ഈശ്വരൻ അറിയാം, രാഹുൽ ഈശ്വരൻ നേരിട്ട് അത് പറഞ്ഞാൽ ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാവുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാ ഹണി റോസ് ഇവിടെ ഒരു ഇഷ്യൂ അല്ലെന്നേ. ഹണി റോസ് അല്ല ഇവിടെ പ്രശ്നം. ഹണി റോസിന്റെ വസ്ത്രവും അല്ല പ്രശ്നം, ഒരു പരാതിയാണ്. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? ഇത് ഹണി റോസിന്റെയും നമ്മുടെ ബോച്ചയുടെയും കേസല്ലേ? ഇത് ഹണി റോസ് വേഴ്സസ് ബോച്ചയല്ലേ? ബോച്ച മാത്രമേ ഉള്ളൂ. ബോച്ചെ വേഴ്സസ് ഹണി റോസ് അല്ലേ? അത് വേണ്ടേ? അത് നമ്മൾ കാണണ്ടേ? ഹണി റോസിന്റെ വാദഗതികളും ബോച്ചയുടെ വാദഗതികളും ഡിസ്കസ് ചെയ്യണ്ടേ? ഫറാഷിബിലെ കോട്ട് ചെയ്താണ് ഞാൻ പറയുന്നത്, സത്യമാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞ അകത്ത് കിടക്കും, ഫറാഷിബിലെ പറഞ്ഞാൽ അത് ഓക്കെയാണ്. ഫറാഷിബിലയുടെ പേരിൽ ആ വിമർശനം പറഞ്ഞാലോ, ഫറാഷിബിലയുടെ വാക്കുകൾ കോട്ട് ചെയ്താലോ പ്രശ്നമില്ല. പക്ഷേ ഇതേ വിമർശനം പുരുഷനായ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീവിരുദ്ധനായി. അതെന്താ അങ്ങനെ? അത് പിന്നെ സ്ത്രീക്ക് പുരുഷനെതിരെ കള്ളക്കേസ് കൊടുക്കാം, നിവിൻ പോളിക്കെതിരെ കള്ളക്കേസ് കൊടുക്കാം. എന്നാൽ കള്ളക്കേസാണെന്ന് തെളിഞ്ഞിട്ട് ആ പെൺകുട്ടിക്കെതിരെ എന്തെങ്കിലും പരാതി എടുത്തോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളക്കേസാണ് സരിത കൊടുത്തതെന്ന് തെളിഞ്ഞു, സരിതയ്ക്കെതിരെ കേസെടുത്തോ? ഈ നാട്ടിൽ ആണുങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. അല്ലെങ്കിൽ ഇല വന്ന് മുള്ളി വീണാലും, മുള്ളു വന്ന് ഇല വീണാലും ആണുങ്ങൾ ജയിലിൽ പോകേണ്ട അവസ്ഥയാ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്ക്. ഇവിടെ ഏക വ്യത്യാസം എന്താ? ബോച്ചയെ ആരും ന്യായീകരിച്ചില്ല. അങ്ങ് ശ്രദ്ധിക്കണം, ഈ വരുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ കമന്റുകൾ ആരും ബോച്ചയെ പറഞ്ഞത് ശരിയാണെന്നല്ല പറഞ്ഞത്. പക്ഷിയാണ് ആ തമാശ പറഞ്ഞത് തെറ്റാണ്, ദ്വയാർത്ഥം പറഞ്ഞത് തെറ്റാണ്, ഇൻസിനുവേഷൻ തെറ്റാണ്, കുന്തി പ്രയോഗം തെറ്റാണ്. ബോച്ചയെ ആരെങ്കിലും ന്യായീകരിക്കുന്നത് കണ്ടോ? പക്ഷേ ഹണി റോസ് കൂടി ഇത്തരം കാര്യത്തിൽ ഒരു വിശാല സമീപനം എടുക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തോട് വിമർശനമുണ്ട്. അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പുരോഗമനത്തിന്റെ സ്വപ്നലോകം ഇല്ലാതാകുമെന്നൊന്നും കരുതണ്ട. ഹണി റോസും ഓഡിറ്റ് ചെയ്യപ്പെടണം, ബോച്ചയും ഓഡിറ്റ് ചെയ്യപ്പെടണം. ബോച്ചയ്ക്ക് മിതത്വം വേണം, ഹണി റോസിന് മിതത്വം വേണം. 100% ഞാൻ യോജിക്കുന്നു. കാര്യം ഹണി റോസിന്റെ വസ്ത്രവും ബോച്ചയുടെ പെരുമാറ്റവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കേണ്ടി വരും. അതിൽ കഥയില്ല രാഹുൽ. അതെ, ഞങ്ങൾ ചോറിനെ അത് ആ സത്യം നിങ്ങൾ അംഗീകരിക്കാത്തതിന്റെ കാര്യം അറിയാമോ? അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാദഗതിക്ക് പ്രാധാന്യം കിട്ടില്ല. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന നറേറ്റീവ് തകർന്നു വരും. ഇവൻ ശരിയല്ല. രാഹുൽ, ഞാൻ ഒരു സെറ്റ് അയച്ചു തരാം, ഒരു 10-60 ഞാൻ അയച്ചു തരാം. ഈ പറഞ്ഞ ബോച്ച പറയുന്ന വൃത്തികെട്ട വാക്ക് ബോച്ചയുടെ വക്കാലത്ത് ആരും എടുത്തില്ല, ബോച്ചയെ ആരും ന്യായീകരിച്ചില്ല. നേരെ മറിച്ച് ബോച്ചെ പറയുന്ന പ്രയോഗങ്ങൾ ശരിയല്ലെന്ന് അദ്ദേഹം കൂടി തിരിച്ചറിയണമെന്നും മാപ്പ് പറയണമെന്നും ഇതൊരു വലിയൊരു അവസരമാണെന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ. ഈ പറയുന്ന ഹണി റോസ് നിയമവിരുദ്ധമായ വസ്ത്രം ധരിച്ച് എവിടെ എങ്ങനെ നിന്നു എന്ന് ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാവോ? ഹാഷ്മിക്ക് ഹണി റോസിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണണം. എന്റെ മനോനിലയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. എന്റെ പൊന്നു രാഹുൽ, താങ്കൾ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? എന്റെ പൊന്നു രാഹുൽ, താങ്കൾ ആ കോവളം ബീച്ചിലൊന്നും പോവല്ലേ? ആ കടലിലേക്ക് എടുത്ത് ആത്മഹത്യ ചെയ്യും. ഹണി റോസ് വരും, ആൾക്കാർ ഓടിക്കൂടുന്നത് സുകുമാർ റീകോഡിന്റെ പ്രസംഗം കേൾക്കാനോ കാരശ്ശേരി മാഷിന്റെ പ്രസംഗം കേൾക്കാനോ ആണല്ലോ. അങ്ങനെയാണല്ലോ ഹണി റോസ് വരുമ്പോ സുകുമാർ റീകോഡിന്റെ വേദാന്ത പരിചയവും കാരശ്ശേരി മാഷിന്റെ മതസൗഹാർദ്ദവും ഗാന്ധിയും കേൾക്കാന്ന് പറഞ്ഞാണല്ലോ ആൾക്കാർ ഓടിക്കൂടുന്നത്. ആരെയാ കണ്ണടച്ച് പറ്റിക്കുന്നത്? ഓടിക്കൂടുന്നവർക്ക് വേറെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഹണിയുടെ കുറ്റമാണോ അവരുടെ കുറ്റമാണോ? അല്ലല്ലോ, ഹണിയുടെ മണ്ടയ്ക്ക് വെക്കണോ? സണ്ണി ലിയോൺ വന്നപ്പം കൊച്ചിയിൽ ആൾക്കാരെ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ വേദാന്തം പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും രക്ഷകനായി പിണറായി വിജയനും കേരളത്തിലെ പോലീസും അവതരിക്കുന്നതായിട്ടൊക്കെയുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ കാണുന്നുണ്ട്. അതൊട്ടും ആശ്വാസകരമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷം ഒരുപാട് സ്ത്രീകളുടെ പേരുകൾ വളരെ കൃത്യമായി എടുത്തു പറയാൻ നമുക്കുണ്ട്. അത് രാഷ്ട്രീയമായി നിൽക്കുന്ന സ്ത്രീകളാണ്.
സ്ത്രീകളാവട്ടെ, പൊതുവിടത്തിൽ നിൽക്കുന്ന സ്ത്രീകളാവട്ടെ, ഇതിൽ പിന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനും മുഖ്യമന്ത്രി വിളിക്കാനും ഒക്കെയുള്ള ത്വരിതമായ നടപടികളുണ്ടായി. ഏറ്റവും ഒടുവിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ എന്ന് പറയുന്ന സ്ത്രീയെ പോലും അത്തരം ഒരു തരത്തിലുള്ള പ്രിവിലേജുകളും ഇത്ര പ്രമാദമായ കേസുകളിൽ പോലും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങോട്ട് പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് സിദ്ധാർത്ഥന്റെ കുടുംബത്തെ കാണാം, അല്ലെങ്കിൽ പെരിയ കേസിലെ അമ്മമാരെ കാണാം, ഒരുപാട് KK രമയെ പോലെയുള്ള സ്ത്രീയെ കാണാം, മഹിജയെ പോലെയുള്ള ഒരു അമ്മയെ കാണാം. ഇതൊക്കെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അക്കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ഒരു പോസിറ്റിവിറ്റിയും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച് ഇപ്പം ആലുവയിൽ ഒരു കേസ് പോലും മോഫിയ പർവീൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ വലിയ രീതിയിൽ ഡിസപ്പോയിന്റഡ് ആക്കുകയും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്തൊരു ഗതികേട് നമ്മൾ കണ്ടതാണ്. പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനി ഇട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കും. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.